Hi everyone. Today ഞാൻ ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. GRW എന്നത് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ ചെയ്യാത്തൊരു സംഭവമാണ്. ഇതിപ്പോൾ ഇവിടെയൊക്കെ ചാടി വെച്ചിട്ടൊക്കെ ഞാൻ യൂഷ്വലി ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. എന്നാലും വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത മോന്തായതുകൊണ്ട് വലിയ കാര്യത്തിൽ പറയില്ല. പക്ഷെ ഞാൻ അധികം ഇപ്പോൾ ഫേസിലൊന്നും ചെയ്യാറില്ല. സോ ഐ വാസ് തിങ്കിങ് ദാറ്റ് എന്തായാലും കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം, ചിലപ്പോൾ എൻ്റെ മുടിന്ന് നീ പറയണ സ്ഥലത്ത് നിൽക്കണില്ല. മുടിന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഫേസ് ഇരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് നത്തിങ് ഹാർഡാണ്. എൻ്റെ പ്രധാന പ്രശ്നമൊന്നുമല്ല, ഞാൻ അപ്പോൾ അധികം സാധനങ്ങളൊന്നും മേക്കപ്പ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല കാര്യമായിട്ടും. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് പ്രൈമർ എനിക്കും. ഐ എം നോട്ട് യൂസിങ് ഇറ്റ് നൗ ഡേയ്സ്. വാട്ട് ഐ എം തിങ്കിങ് ഇസ് ഐ ഷുഡ് അപ്ലൈ സം ക്രീംസ്. അത് എൻ്റെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനത്തുള്ള സാധനങ്ങൾ. ഇപ്പോൾ നൈറ്റ് ടൈമാണ്, പക്ഷേ സ്റ്റിൽ I like my sunscreen very well. So I was thinking I will apply it. And എനിക്കിപ്പോൾ എൻ്റെ ഈ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൂടുതൽ കുറച്ചും കൂടി നല്ല ഗ്ലോ ഒക്കെ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനിപ്പോൾ ഇതിൽ ത്രെഡൊന്നും ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല ഫേസ്. ലിറ്ററലി ഞാൻ ചുമ്മാ ഒരു വീഡിയോ പോലെ എടുക്കുകയാണ്. I think I don't know if somebody wants to know, but this is my basic thing when I'm going out somewhere. I'm doing all these things, okay? അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് എൻ്റെ ഡോട്ടെങ്കിയൊക്കെ തല തിരിഞ്ഞിട്ടാണ് വരുന്നൊന്നും എല്ലാ സാധനങ്ങളും. ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകണം. കെട്ടി വെക്കുന്നു. സോറി, എൻ്റെ കെട്ടിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ഇത് അങ്ങനെ എന്താ പറയുക, ഒരു വളരെ സ്റ്റിക്കി ആയിട്ട് സ്റ്റിക്കി ആയിട്ട് നിൽക്കില്ല. ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഡെയിലി റുട്ടീൻ. ഞാനിപ്പോൾ എല്ലാതും ഫേസിലെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി റുട്ടീൻ ഇപ്പം എൻ്റെ ഇതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ ഹൈഡ്രേറ്റ് ചെയ്യാണ്. വെള്ളമൊക്കെ കുടിക്കണം ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക ഫേസ്. അപ്പം ഞാൻ ഇടയ്ക്ക് നല്ലോണം ഇപ്പോൾ ഡ്രൈ ആണ്, മൂക്കുത്തിമല ക്രീമായിട്ടൊക്കെ നല്ലോണം ഇപ്പോൾ ഡ്രൈ ആവണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് എപ്പോഴും ഡ്രൈ ആവാണ്ട് കീപ്പ് ചെയ്താണ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ കാര്യം മോയ്സ്ചറൈസർ. പലവരും ഫൗണ്ടേഷൻ സാധനങ്ങളും ഒന്നും ഇല്ലേന്ന്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യണില്ല. ഇതാണ് എൻ്റെ ഒരു ലുക്ക് സാധാരണ. എൻ്റെ ഫേസ് വല്ലാണ്ട് എന്താ പറയുക, ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കോലം ഇപ്പോൾ പോയി. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് ടൈം വാങ്ങും. ഡോട്ടെങ്കിയുടെ തന്നെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുക അടുത്തതായിട്ട്. ആൻഡ് ദിസ് ഈസ് ഗിവ് മി എ നൈസ് ടെക്സ്ചർ. പിന്നെ ഇതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ള അപ്ലൈ ചെയ്യണ കൂടുതൽ സൈഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഡിഫറൻസ്. എനിക്ക് സാധാരണ എല്ലാവരും പറയും ഇങ്ങനെ വെള്ള പോലെ നിൽക്കുന്നു, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്കിന്ന് ഇപ്പം എൻ്റെ വല്ലാത്തൊരു എന്താ പറയുക വെളുത്തിട്ട് പാറിയ കോലമാണ്. അതെനിക്ക് അധികം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഫേസിൽ വരുമ്പോൾ അത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് ഞാൻ അധികം ഫൗണ്ടേഷൻ അങ്ങനത്തെ ഇടയിൽ കുറച്ചു. പിന്നെ എനിക്ക് നാച്ചുറലായിട്ടുള്ള കുറച്ച് ടെക്സ്ചർ ഇഷ്ടമാണ് ഫേസിൽ. അപ്പോൾ അത് കാരണം ഞാൻ നമ്മൾ പറയും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയും, ഫേസിൽ കളർ കറക്റ്ററൊക്കെ ചെയ്തിട്ട് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷെ ഞാനത് ചില സ്ഥലത്ത് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദീസ് പ്ലേസ് ഓഫ്
ഇവിടെ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണത്. ചില പറയും ഒക്കെ കളർ കറക്റ്ററൊക്കെ വെച്ച് അവിടെ കുത്തുക. സംടൈംസ് ഐ വിൽ ഫോർഗെറ്റ് ദോസ് തിങ്സ് ഒക്കെ. ഫോർഗെറ്റല്ല, ഞാൻ നെഗ്ലക്റ്റ് ചെയ്യും. അപ്പം നമ്മളൊരു ഫേസിലൊരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ, ഇത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഗോയിങ് ഔട്ട് ആൻഡ് ഫോട്ടോ എടുക്കണ വല്ല മാമലേറ്റിൻ്റെ അടിയിൽ പോയി ഫോട്ടോ എടുക്കുക, അത്രയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫോട്ടോയിലൊക്കെ ഇത്രയും ചെയ്താൽ തന്നെ അത്യാവശ്യം ഒരു ഫേസിലൊരു ഗ്ലോ ഒക്കെ വരും. പിന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു ഫേസ് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ 2 ഐറ്റംസ് ഞാൻ ചെയ്യണത്. പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ട്. ഞാനത് പ്ലമ്മിൻ്റെ ഒരു സെറം, ഫേസ് സെറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിയാസിനമൈഡ് ഫേസ് സെറം എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ അപ്ലൈ ചെയ്യും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു 3 ഡോട്ടഡാണ്. എനിക്ക് ഈ ഫേസ് സെറം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് ഇതും അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഇതാണ് 3 ഐറ്റംസ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫേസിൽ ഭയങ്കര എന്താ പറയുക, ഒരു കംഫർട്ട് ഫീലിംഗ് കിട്ടും. ആൻഡ് ആസ് യു ഓൾ നോ, ഐ ചൂസ് മോർ കംഫർട്ട് ഓവർ എനിത്തിങ്. സോ എൻ്റെ ഒരു ഫേസ് ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ ഇന്നൊന്നും ചെയ്തില്ല. എൻ്റെ ഫേസ് ഇപ്പം നിന്നല്ല. പിന്നെ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഓവറാക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഒരു 2 to 3 ഐറ്റംസിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടിയിട്ട്. And I know some imperfections are there, but still I don't think we have to fix everything. So and shade favorite ഇതാണ്. മുമ്പൊരു കളർ ബാറിൻ്റെ ഒരു ഹോട്ട് ലാറ്റെ എന്ന് പറഞ്ഞൊരു ഷെയ്ഡായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ഉള്ളതാണ് ലോറിയലിൻ്റെ മീഡിയം എന്ന് പറഞ്ഞൊരു ഷെയ്ഡ്, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ഗിവ് മീ സം ഫിനിഷിംഗ് ലുക്ക്. ആൻഡ് ഐ വിൽ ഓൾസോ ലൈക്ക് ടു ഡു ദിസ്, എന്താ പറയുക, സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ ഉണ്ട് പറയണം. സോ ഐ ഓൾവേസ് ഫീൽ ലൈക്ക് ദിസ് ഈസ് ലൈക്ക് ഡ്രോയിങ്. സോ ഞാനിതുകൊണ്ടൊരു ബോർഡർ വരയ്ക്കും. ബോർഡറൊക്കെ തെറ്റി വരുന്നുണ്ട് ഗൈസ്. ഞാനതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പം ഞാൻ ബോർഡർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ആൻഡ് വാച്ച് മീ ഡു ദിസ് തിങ്സ്. ഒക്കെ ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ബ്രഷ് ഉണ്ട്. ഐ വിൽ ഡു ലൈക്ക് ദിസ്. പക്ഷെ ഞാൻ എൻ്റെ ഇതാകെ പരന്നു. ഞാനൊന്ന് എനിക്കിതിൽ ഫോണിൽ നോക്കിയിട്ട് പറ്റണില്ല. ഞാൻ മിററിൽ ഒന്ന് പോയിട്ട് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ 2 സൈഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ദിസ് ഈസ് ദ ഫിനിഷ്ഡ് ലുക്ക്. പോക്കാൻ ചെയ്യില്ല. സോ ഞാൻ ഇത് വെച്ചിട്ട് മാക്സിമം ഇതിൻ്റെ ലെങ്ത്ത് കിട്ടും. ഓൾറെഡി എൻ്റെ ഐബ്രോ ഇറ്റ്സ് ഓക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലെങ്കിലും പുള്ളി കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് പക്ഷെ നീട്ടും. ഇതാണ് സോ എൻ്റെ ഐബ്രോ ആണ് എൻ്റെ എല്ലാം. ഐബ്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതുന്നത്. ആൻഡ് ഐ ലൈക്ക് ടു ഡു മൈ ഐസ്. ഐ യൂസ് എ കാജൽ. ഐക്കോണിക് കാജൽ ആണ് എൻ്റെ ഫേവറേറ്റ്. വേറെ എന്തുകൊണ്ട് എഴുതി കഴിഞ്ഞാലും ഞാൻ കരിമ്പൂച്ചിയാവും. ആകെ കണ്ണിലൊക്കെ ആകെ ഇതൊക്കെ പരത്തി എൻ്റെ കൈ എപ്പോഴും കണ്ണിൻ്റെ അവിടെ പോകണം. ഫേസിലൊക്കെ തിരുമ്മലാണ് എൻ്റെ മെയിൻ. സോ
ഇനിയാണ് ഞാൻ എൻ്റെ കണ്ണ് എഴുതുന്നത്. സോ താഴെയാണ് ഇപ്പോൾ കൂടുതൽ എഴുതാൻ ഇഷ്ടം. സോ ഇഫ് യു ഗൈസ് വാണ്ട് യു ക്യാൻ ഓൾസോ ഡു ദിസ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പല്ലറ്റ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എടുത്തിട്ടൊരു ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് കേടായിപ്പോയിരുന്നു. ഞാൻ ട്രാവൽ പർപ്പസിന് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോരാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് കണ്ണിൻ്റെ വ്യത്യാസം മനസ്സിലായപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ പല്ലറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ കുറച്ചുകൂടെ നാച്ചുറലായിരിക്കും. അപ്പോൾ ഞാനത് ഇത് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് കണ്ണിന് മേലെ എഴുതുമ്പോൾ. പിന്നെ ഐ ഹാവ് ബ്ലഷ് ഓൾസോ. ഞാനിതിൻ്റെ തോണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തണം പോലെ ചെയ്യാറുണ്ട്. On the tips of your nose and then 3 dot like this. ഫേസ് കൈ കൊണ്ടാണ് ഞാൻ കൂടുതൽ മേക്കപ്പ് ചെയ്യുക. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് വോണ്ട് ഷോ സംതിങ് ലൈക്ക് വെരി. ഈ പല്ലറ്റിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇതധികം ഓവറായിട്ട് എടുത്ത് കാണിക്കില്ല. നമുക്കൊരു പാർട്ടി വൈബ് ഓക്കെ, അതർവൈസ് ഇറ്റ്സ് ലൈക്ക് വെരി ഗുഡ്. സോ ഇതാണ് എൻ്റെ പുറത്ത് പോണ ലുക്ക്. ഇനി നിങ്ങൾ സാധാരണ മുടിയുള്ള പോലെ ഞാൻ ഇരിക്കുന്നു കഴിഞ്ഞാൽ ഇത് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടി ഇപ്പോൾ തൽക്കാലം വെറുതെ വിടാറുണ്ട്. ആൻഡ് കുറച്ചും കൂടെ സെറ്റായിട്ട് മുടിയിൽ തോന്നിയത്, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തോന്നിയ പോലെ നിൽക്കില്ല. മുടി എന്തൊക്കെ വീഴുന്നുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ലുക്ക്. ഫേസ് എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇത് വാങ്ങിക്കും. ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലോറിയലിൻ്റെ നല്ലതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ബൈ ഗൈസ്.